കുഞ്ഞാപ്പി നല്ല ഉറക്ക. കിട്ടിയോ? ടോസ്റ്റായോ? ആ ആര് ആവുമ്പോ നിമിതരാജ പൊട്ടെണ്ണലിക്ക് ഇടണല്ലോ. അങ്ങനെയാണല്ലോ മത്സരം. തീ കത്തിച്ചിട്ട് വിറക് ശരി കത്താണ്ട് പോകാം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാർ ഡേ 2. നമ്മളിതാ ഇപ്പം എനിക്കുള്ളൂ. അവിടെ നല്ല കോടയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, മിഥിലാജ് നല്ല ഉറക്കമാണ്. എനിട്ടിട്ടില്ല കുഞ്ഞാപ്പി. ഇക്കതാ ബ്രഷ് ചെയ്യാൻ പോകണം. ഇതാ അവരുടെ അല്ലേ, ഗ്രാൻഡ് വാലിയുടെ അല്ലേ. ഡെൻ്റൽ കിറ്റും. ഇത് കോഫി ഉണ്ടാക്കി വെച്ചിട്ട് ബ്രഷ് ചെയ്യാൻ പോവുക. നല്ല കാര്യം. തേക്കണ്ടല്ലോ, എന്തായാലും തേക്കണല്ലോ അല്ലേ. ഇതാ ഇവിടുത്തെ പുറത്തത്തെ വ്യൂ ഇങ്ങനെയുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ബാൽക്കണിയിലെ വ്യൂ കാണിച്ചു തരാട്ടെ ഗൈസ്. നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. മോർണിംഗ് വ്യൂ ആണ് ഗൈസ്. ക്യാമറയിൽ കാണാനേക്കാട്ടി നല്ല ഭംഗിയുണ്ട് ഗൈസ്. അവിടെയൊക്കെ നല്ല. ഇനി നമുക്ക് വേഗം ബ്രഷൊക്കെ ചെയ്ത് സെറ്റായിട്ട് പോകണം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി തുടങ്ങി. ഇക്കതാ വ്യൂ ഒക്കെ ആസ്വദിച്ച് ബ്രഷ് ചെയ്യ. നല്ല തണുപ്പുണ്ട് അല്ലേ. ഇതാ അവിടെ കിളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ വേഗം ബ്രഷൊക്കെ ചെയ്ത് സെറ്റാവട്ടെ. കുഞ്ഞാപ്പി നല്ല ഉറക്ക, ഒന്നും അറിഞ്ഞിട്ടില്ല. ഇതെന്തായാലും ക്ലോസ് ചെയ്തിടാം, ഉറങ്ങല്ലേ. ഹലോ ഗൈസ്, നമ്മളിതാ ഫ്രഷായി ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര വൈകി എന്നുവെച്ചാൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരോടൊന്ന് നമ്മളെ വിളിച്ചു. അപ്പോൾ ഇത് നമ്മൾ പോവാണ്. ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ കാണാം. എല്ലാവരും ഫ്രഷായി, നല്ല തണുപ്പുണ്ട്. എന്നാലും എല്ലാവരും കുളിച്ച് സെറ്റായി. വായോ അങ്ങോട്ടേ വാ 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 വാ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. എവിടെ? ഏതിൽ കൂടെ. ഞാൻ സ്ഥലം മറന്നുപോയി ഗൈസ്. ഏതിൽ കൂടെ പോയിന്ന് പറഞ്ഞു. എന്താ ബ്ലാച്ച്. അപ്പം നമ്മൾ വൈകിട്ട് ഡിന്നർ കഴിക്കാൻ പോയില്ല, അവിടെ തന്നെ കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. എന്താ വേണ്ട? ദോശ വേണോ, പൂരി വേണോ, ദാലു ബജി, പിന്നെ ചട്നി. എന്താ എടുക്കണം? ദോശ. അപ്പം പോലെ അല്ലേ. മിഥിലാജ് എന്താ എടുത്ത? ചെറുതാണ്. ഒന്നെടുക്കുന്നു നോക്കിയിട്ട്. ദോശ വേണമെങ്കിൽ ദോശ എടുക്കാം. അവിടെ ചട്നിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് വയ്ക്കി, സൈഡിൽ വയ്ക്കി. എരിവുണ്ടെന്നല്ല, അങ്ങോട്ട് മറിയും പ്ലേറ്റ്. ക്ലോസ് ചെയ്യണം. അപ്പോഴോ അങ്ങനെയൊക്കെയാ.
സാമ്പാർ. നിന്നെ ഞങ്ങളുടെ ബ്ലോഗിലിടാം. എന്തായി ഇതിലേ ഇവിടെ നോക്കടാ കണ്ണ കഴിക്കില്ല. ഞങ്ങളുടെ മൂന്നാറിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഫുഡ് കഴിക്കുകയാണ്. വേറെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ, ജ്യൂസും പിന്നെ കുറേ സംഭവങ്ങൾ. നമ്മളിത് കഴിച്ചിട്ട് ബാക്കി എടുക്കാൻ കഴിക്കണം. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? ആ ഓംലേറ്റ് ഒക്കെ ഉണ്ട് അല്ലേ? ആ കണ്ടില്ല. മുത്തേ കഴിക്കല്ലേ? ജ്യൂസ് ഉണ്ട് അതുകൊണ്ട്. അപ്പം നമ്മൾ കഴിക്കട്ടെ ഗൈസ്. കിട്ടിയോ? ടോസ്റ്റ് ആയോ? ആ ഓക്കെ. ജ്യൂസ് എടുക്കാം ഗൈസ്. ജ്യൂസ് വേണോ? കഴിക്കണ കയ്യിലായി പോയി എടുത്തത്. എടുത്ത ബ്രെഡും ജാമൊക്കെ തരുന്ന ഗൈസ്. കുറേ വെറൈറ്റി ഉണ്ടല്ലേ ഫുഡ്. ഇത് കഴിക്കാത്തവർക്ക് അത് അങ്ങനെ അങ്ങനെ ഉണ്ടോ? ഒന്നും കഴിക്കാത്തവർക്ക് ബ്രെഡും ജാമും വരെ ഉണ്ട്. ഇതില ഇതാ അവിടെ ദാ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ബ്രെഡ് ടോസ്റ്റ് കൂടെ ഇഷ്ടമായ? ആ ഇതില അതിന് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ലേ? നമ്മളടുത്തത് ട്രൈ ചെയ്യുന്നത് നല്ല രസമുണ്ട് കളറ്. പാലും കോൺഫ്ലക്സും. ഇത് വാട്ടർമെലൺ ജ്യൂസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മിഥിലാജ് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ഓംലേറ്റ് ഒക്കെ സെറ്റാക്കുക. പണിപ്പുരയിലാണ്. എന്തായി കഴിച്ചു കഴിഞ്ഞാ? മൊത്തം ശ്രദ്ധിച്ചേ. ക്ലോസ് ചെയ്ത് വെച്ചോ, പോവും വെള്ളം. അങ്ങനെ വെച്ചോ. അപ്പോൾ ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ എനിക്കതാ കോഫി കുടിക്കണം. ഇനി നമ്മൾ എന്താ പരിപാടി? നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. അത് പറയാതിരിക്കാൻ വയ്യ. എല്ലാ തരത്തിലുള്ളതും ഉണ്ട്. കാരണം എന്ത് കഴിക്കാത്തവർക്ക് മാറ്റി മാറ്റി കഴിക്കാൻ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ എനിക്ക്. എല്ലാം ഉണ്ട്. അതന്നെ ബ്രെഡും ജാമും വരെ ഉണ്ട്. അപ്പോൾ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ. പിന്നെ അടുത്ത പരിപാടി എന്താ? ഇനി എന്താ പ്ലാൻ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. മിഥിലായതാ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ട് ഇതാ അവിടെ കളിയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് കേട്ടോ, ആർച്ചറി.
ഇതാ നിന്റെ കോഫി ആയിരിക്കും കേട്ടോ മനസ്സിലാജേ കുടിച്ചു. ഇതാ കുറേ പേര് ഇത് രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്യണവരൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് വണ്ടി കുറേ. ഇതാ നമ്മുടെ വണ്ടി ഇതാ അവിടെ എടുക്കുന്നത്. പിന്നെ രാവിലെ തന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അല്ല കുറേ ആൾക്കാരല്ല, ഇതാ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിരുന്നു. ആവുമ്പോ മിഥുലാജ പൊട്ടെണ്ണലിക്ക് ഇടണല്ലോ, അങ്ങനെയാണല്ലോ മത്സരം. വാ നമുക്ക് പോവാം. മിഥുലാജിനോടതാ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അവനെ കണ്ട ഫോം 10ലേക്ക് എന്തായാലും എത്തിക്കും. യെസ്. ചെറിയ കുട്ടി അതിന് ആക്കാൻ കിട്ടണില്ല. ഹെൽപ്പ് ചെയ്യടാ അവനെ. അയ്യോ ചെറിയ കുട്ടീനെ പിടിക്കാനും കൂടി കിട്ടണില്ല. ക്യൂട്ട് ഗൈസ്. ഭയങ്കര കോട കണ്ടാ എനിക്ക് കോട ഇങ്ങനെ മാറുന്നു. കോട ഇങ്ങനെ നല്ലോണം കൊണ്ടിട്ട് ഗൈസ്. ഹായ് ഗൈസ്, നമ്മളിതാ റെഡിയായി. നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ നേരത്തെ ഇറങ്ങുകയാണ്. നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട്. വേറെ ഏതൊക്കെ സ്ഥലം പറഞ്ഞായിരുന്നു നിൽക്കാം. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ നേരത്തെ കൂട്ടി ഇറങ്ങുകയാണ്. മിഥുലാജ് ഇതാ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഉള്ളിൽ ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ നമുക്ക് എനിക്ക് വന്ന് അതായിക്കാം. അപ്പോൾ ഞങ്ങൾ 3 പേരും എന്താ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എവിടേക്കൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എവിടേക്കാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പോവാം. അപ്പോൾ ഗൈസ് നമ്മളിതാ അപ്പോൾ ഗൈസ് നമ്മളിതാ നമ്മുടെ റൂം ചെക്കൗട്ട് ചെയ്യാണ്. ഇതാ റൂമൊക്കെ ലോക്ക് ചെയ്ത് ഇവിടെ ചെറുതായി മഴ പെയ്തു കേട്ടോ. ഇപ്പം മഴയൊക്കെ മാറി നല്ല ഇങ്ങനെ മഞ്ഞിങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. ഫുള്ള് ഇവിടെ ഇപ്പോൾ ഫുള്ള് ഇതാ മഞ്ഞായിട്ടോ. ഫുള്ള് അപ്പൊ ഫുള്ള് ഫോഗായി. അവിടെ പൂളുള്ള സ്ഥലമൊക്കെ അവിടെ ഇരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും കാണാനില്ല. കണ്ടാ നമ്മളിതാ ഇവിടെ ഇങ്ങനെ മുകളിൽ ഹട്ടിലായിരുന്നു കേട്ടോ നമ്മൾ സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പൊ ടാറ്റാ ബൈ ബൈ ഹട്ട്. തീ കത്തിച്ചിട്ട് വിറക് ശരി കത്താണ്ട് പോകാം. ഭയങ്കര അപ്പോൾ ഗൈസ് നമ്മളിതാ നമ്മുടെ ഹട്ടിൻ്റെക്ക് തിരിച്ചേൽപ്പിക്കാൻ പോവാണ് ഗൈസ്. ചെക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല കോടയായിട്ട് അവിടെ. മിഥുലാജ ഫ്രണ്ടിനോട് ഞാൻ ഇതാ കണ്ടാ മിഥുലാജാണത് കാണാനില്ല, അത്രയും കോട വന്ന് നിറഞ്ഞേക്കാണ്. ഇക്കതാ വണ്ടി ഇതാ എടുത്ത് അങ്ങോട്ട് വരാൻ പോന്നു ഗൈസ്. ഇപ്പം നമ്മുടെ വണ്ടി ഇതാ കയറ്റി വന്നിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മളിതാ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാ അവരുടെ റിസപ്ഷനിൽ നമ്മുടെ കീ ഒക്കെ ഏൽപ്പിച്ച് അവരോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞിറങ്ങാൻ നിൽക്കുക. അപ്പോൾ അതാ അവിടുത്തെ ഫെസിലിറ്റീസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മളോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഓക്കെ പറഞ്ഞ് ബൈ പറഞ്ഞ് പോരുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിതാ മുകളിലേക്ക് പോകണ്ട ഗൈസ്. ഇവിടെ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ ഗൈസ് കയറ്റാൻ. നമ്മളിറങ്ങി മെല്ലെ 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 ഫുള്ള് കോട വന്ന് നിറഞ്ഞേക്കാണ്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തിയിരിക്കുന്നു ഗൈസ്.
എവിടെ ആരെ കേറാനുള്ള പിജാജാണോ കേറാനുള്ള പോലെ അതിസാഹസികമായി മുകളിലേക്ക് കയറ്റിയിരിക്കണം അല്ല അത് കയറ്റും വളവും അല്ല അവർ ആ ജീപ്പ് മാത്രമേ അവർ കയറ്റുന്നുള്ളൂ താറല്ലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് റിസോർട്ടിൽ നിന്ന് പോന്നു. അല്ല ഇവിടുന്ന് പോകുമ്പോ അവര് പറഞ്ഞു വണ്ടി കയറ്റണ്ടാന്ന് അല്ല ഇറക്കണ്ടാന്ന്. നമ്മുടെ വണ്ടി ഇറക്കണ്ടാന്നല്ലേ. ഇത് കേറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ് ഒന്നും കാണുന്നില്ല ഗൈസ്. നിങ്ങൾക്കെല്ലാം കാണാണ്ടോ? നിങ്ങക്ക് നല്ല അടിപൊളി മഴയാണ് ഗൈസ്. മഴയൊക്കെ ഒരുവിധം കുറച്ച് കുറഞ്ഞു ഗൈസ്. ഇപ്പൊ ഏതാ സ്ഥലം? നിങ്ങക്ക് ടൗണ് മൂന്നാർ ടൗൺ. ഇപ്പൊ ഇതാ മൂന്നാർ ടൗൺ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ മറയൂർക്കാണ് പോണത്. എനിക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, അപ്പോൾ അവിടേക്കാണ് പോണത്. അവിടെ എത്തിയിട്ടാണ് പിന്നെ നമ്മൾ എവിടേക്കാണ് പോണത്. ഷോ നല്ല മഴയുണ്ട്. നമ്മൾ ഡിസൈഡ് നല്ല എന്താ പച്ചപ്പട്ട് വിരിച്ച മൂന്നാർ ഇതാ ഗൈസ്. നല്ല ഭംഗിയാണ്. മറയൂര് നേരെ പോണം. എന്താ എന്തിട്ടാ മഴയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങായിരുന്നു. നല്ല മഴയുണ്ട് ഗൈസ്. ചെറുനാരങ്ങ അങ്ങനെ എന്തൊക്കെയൊക്കെ വിൽക്കണുണ്ട്. അമ്പോ നല്ല ഭംഗിയുണ്ട്. മഴയുള്ള കറിയില് നമുക്ക് അതിന്റെ മുകളിലേക്ക് കയറി. അതൊക്കെ ഇത് എടുത്തതാന്നുള്ളു, വെട്ടിയെടുത്താന്നുള്ളു. ബാക്കി അങ്ങനെ നല്ല അടിപൊളി വൈകിട്ട ഗൈസ്. നമ്മൾ അറ്റത്ത് മോളിൽ നിന്ന് ഇറങ്ങി. മിഥിലാജ് കുഞ്ഞപ്പിതായിരിക്കണം. അമ്പോ കൂടെ പോണത് സൗണ്ട് ഉറക്കി പാട്ടിന്. അയ്യോ അടിപൊളി കണ്ടിട്ടാ. സൂപ്പർ. അമ്മോ പൊളി പൊളി പൊളി. നമ്മളിതാ ഇരവികുളം നാഷണൽ പാർക്കിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിതാ കുറേ ദൂരം ഇങ്ങനെ വന്നപ്പോൾ മഴയൊക്കെ കുറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ മെല്ലെ വണ്ടി നിർത്തിയിട്ട് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ നമ്മൾ മെല്ലെ ഇറങ്ങാൻ കേട്ടോ. വാട്ട് എ ബ്യൂട്ടിയാ. സൂപ്പർ. ഇതിലാജ് പോയി നിൽക്കടാ വാപ്സിരത്ത്. അയ്യോ മങ്കി ഒന്നോ എന്തോരോ മങ്കിയാ. മങ്കികളെ ഓടിവാ. അങ്ങനെ നമ്മളിതാ മറയൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇക്കടെ ഫ്രണ്ടിനെ കാണാൻ പോകട്ടോ. അവിടെ എത്തിയിട്ട് ബാക്കി പരിപാടികൾ എന്തൊക്കെയാണ് പതിക്ക് ഇറങ്ങിയിട്ടുണ്ട്, പോയി നോക്കട്ടെ. അങ്ങനെ നമ്മളിതാ മറയൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇക്കടെ ഫ്രണ്ടിൻ്റെ ഷോപ്പ്. അപ്പോൾ അവിടെ മറയൂർ ശർക്കരയുടെ സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഈ മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത് അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ആ ഒരു ഉണ്ടാക്കണ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതൊക്കെ ടീ പൗഡേഴ്സാണ് കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ളതുണ്ട്. മറ്റേ സ്ട്രോബെറി, വാനില, ചോക്ലേറ്റ്, പിന്നെ സുലൈമാനി, അങ്ങനെ കുറേ തരത്തിലുള്ളതുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല പ്യുവറായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ശർക്കരയുടെ പൊടി മാത്രമല്ല, അതിൻ്റെ ആ ഒരു വലിയ കട്ടയില്ലേ, അങ്ങനെയുണ്ട്. മറയൂർ ജാഗരി പൗഡർ. പിന്നെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ അത് ഉണ്ടാക്കണത് വരുന്നത്. അപ്പോൾ ഇവിടെ മെഷീനറീസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം മിഥിലാജ് വണ്ടിയിൽ കിടന്ന് ഉറങ്ങായ കാരണം ഇക്ക താഴേക്ക് ഇറങ്ങാറായി. പിന്നെ അവനെ എടുത്തിട്ട് വണ്ടിയിൽ അങ്ങനെ ഒറ്റയ്ക്ക് എടുത്തിട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെയും കൂടി കൂട്ടിയിട്ട് നമ്മളിതാ താഴേക്ക്. അപ്പം നേരത്തെ കാണിച്ചത് കരിമ്പാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കരിമ്പ് എന്ന് പറയുന്നത് അങ്ങനത്തെയാണ് നമ്മൾ ഈ ശർക്കര ഉണ്ടാക്കണത്. അപ്പോൾ അതിൻ്റെ പ്ലാന്റൊക്കെ കാണിച്ചു തരാം. ഗൈസ് നമ്മൾ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇതാണ്
ഇതാ അതിൻ്റെ മെഷീൻ, ഇതാ കരിമ്പ്, ഇതാ അതിൻ്റെ മെഷീൻ, അതിൻ്റെ വേസ്റ്റ് ഉള്ളത്. ഇതിങ്ങനെ ഉരുക്കിയിട്ട് ഉണ്ടാക്കിയിട്ടിടും. ഇതാ അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ്. ഇതാ അതിൻ്റെ കുറേ കരിമ്പുകളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഗൈസ്. വലുതാ നമുക്ക് സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കിയിട്ട് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രഷ് അങ്ങനെ നമ്മളിതാ കരിമ്പ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള കരിമ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ളതിൻ്റെ ആ കളർ നോക്ക്, നമ്മുടെ അവിടെ കിട്ടണതൊക്കെ വേറൊരു കളറിലല്ലേ കിട്ടുക. ഇത് അവിടുത്തെ കരിമ്പിൻ്റെ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ജ്യൂസ് വരുന്നത്. നല്ല കറക്റ്റ് കരിമ്പിൻ്റെ അതേ ടേസ്റ്റ്. അങ്ങനെ നമ്മൾ അവിടുത്തെ ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. സ്ട്രോബെറി, ഇത് ഇവിടെ അടുത്തുള്ള ഇതിൽ നിന്ന് കിട്ടണതാണല്ലേ? അല്ലേ? ആ, കാന്തല്ലൂരിന്നാണ്. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയുടെ ജ്യൂസാണ് ഗൈസ്. സ്ട്രോബെറി. ആ, ഇതതുപോലെ കാന്തല്ലൂർ ശർക്കര അല്ലേ ഇതിൻ്റെ പൊടി. ആ സോറി, മറയൂർ ശർക്കര. ഇതായത് പോലത്തെ ടീ പൗഡർ. ഇതും തലയാർ ടീ. സ്ട്രോബെറിയുടെ ഫ്രഷ് ഉണ്ടാവും അല്ലേ? ആ, അത് ഫ്രഷ് അല്ല, അതുകൊണ്ടാ. കറക്റ്റ് സ്ട്രോബെറിയുടെ അങ്ങനെ ചാറ് പോലെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഇതാ ഇവിടെ വലിയൊരു ആമയുണ്ട് ഗൈസ്. അപ്പോൾ ആമേനെ കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയതാ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ അവിടെ ചെറുതായിട്ട് തണുപ്പുണ്ട് കേട്ടോ. ഇതാ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. കണ്ട ഗൈസ്, നേരെ ഇതാ നിൽക്കണ ആമ ഇവിടെ. ഇവിടെ പിന്നെ ഇതാ കരിമുട്ടി വാട്ടർഫോൾസ്, അതാണ് ഗൈസ് ഈ നേരെ കണ്ടത്. ഇതാണ് കരിമുട്ടി വാട്ടർഫോൾസ്. ആഹാ, ആൾക്കാരവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ. ഇതാ താഴേക്ക് വെള്ളമുണ്ട്. തണുക്കണില്ലേ ഇതിലാജെ? ഇതാ ഇവിടെയാണ് നമ്മുടെ ആമക്കുട്ടൻ. ഇതവിടെ വേറെയും കുറേ പേര് വന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. മഴനിഴൽ ടീ ഷോപ്പ്. രാജ് പോയി നിൽക്കടാ, ഫോട്ടോ എടുത്തരാം. ആ, ആമയുടെ ഉള്ളിലൊരു കടയുണ്ട് ഗൈസ്. നമ്മളിത് ഇപ്പോഴറിഞ്ഞത്, കുറേ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴറിഞ്ഞു. ആഹാ, ആമയുടെ ഉള്ളിൽ ഇങ്ങനെ കട ഉണ്ടായിരുന്നോ? അത് ഞങ്ങൾ അറിഞ്ഞില്ല. ആമയുടെ ഉള്ളിലുണ്ടായിരുന്ന കടയാണ് ഗൈസ് ഇത്. കോ ഷോപ്പാണ്. സാൻഡൽ ഓയിൽ. സ്റ്റോറിയാണല്ലേ? സ്റ്റോറി. ആ, അങ്ങനെ വരുന്നതല്ലേ? മോട്ടർ അടിച്ചിട്ടൊന്നല്ല അല്ലേ? അതിങ്ങനെ പൈപ്പ് ഇട്ട ഫ്ലോയിൽ അങ്ങോട്ട് വരിക. അപ്പൊ നിങ്ങക്ക് യൂസ് ചെയ്യാനല്ലേ? നല്ല ഐഡിയ. ഇതിലേക്ക് ഇടുകയും ചെയ്യാലോ അല്ലേ? ടാങ്ക് നിറയ്ക്കുകയും ചെയ്യാലോ അല്ലേ? ആ,
ആമയുടെ ബാക്ക് സൈഡാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ കുറേ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം മിഥുലാജിന്റെ ബാക്കിലാക്കിയിരിക്കുകയാണ് ഗൈസ്. മിഥുലാജ് ഫ്രണ്ടിൽ സീറ്റ് എടുത്തു. അതാ ഒന്ന് വരുന്നു. അച്ചടോ, അതെങ്ങനെ കൊടുക്കുക? അവിടെ ഇരിക്കും മിഥുലാജ് ഇരിക്കണ പേടിക്ക. ഹായ് പഴുണ്ട് വീസാക്ക് എന്നിട്ട് കൊടുക്ക്. ഒരു പഴം കൊടുക്കാൻ പോയിട്ടെ ഗൈസ്. അതോ അതോ കണ്ടോട്ടെ. പഴം വേണ്ടേ? സ്ക്രാച്ച് തരാട്ടോ. നമ്മള് കണ്ടാ നിങ്ങൾ ഇട്ടു. കയ്യിൽ വന്നിതാക്കിയല്ലോ എന്നുവെച്ചാ അതിന്റെ കവറില്ലല്ലോ. കഴിഞ്ഞില്ലേ? കൊറേ മങ്കികളൊക്കെ ഉണ്ട് ഗൈസ്. മങ്കി മിഥുലാജിന്റെ മിഥുലാജ് പേടിച്ചു. ദാ നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ചെക്ക് പോസ്റ്റിലെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരികയാണ് ഗൈസ്. ദാ അവിടെ കുറെ മങ്കി ഉണ്ട്ട്ടാ. മങ്കി വണ്ടിയുടെ കളർ കണ്ടിട്ട് പിന്നാലെ ഓടുന്നടാ. കിട്ടുന്ന മനസ്സിലായിട്ട് മിഥുലാജ് പേടിച്ചു. മിഥുലാജ് തലയുടെ മുകളിൽ അതല്ലേ ഞാൻ പറഞ്ഞേ. ഇതാ ഗഡികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് രണ്ടെണ്ണം. Do not disturb wild animals ആവുമ്പോ ദാ അണ്ണാമലൈ ടൈഗർ റിസർവ്. പടം അവിടെ അതൊക്കെ വരും. അങ്ങനെ നമ്മളിതാ കുറേ ദൂരം ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ നമ്മൾ പൊള്ളാച്ചി വഴിയാണ് കേട്ടോ തിരിച്ചു വരുന്നത്. അപ്പോൾ ആ നല്ല തട്ടുകട കണ്ടപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നല്ല മസാല ദോശയൊക്കെ കൂടി കഴിക്കുകയാണ് 3 പേരും കൂടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിതാ കുറച്ച് ദൂരം കൂടി എത്തിയപ്പോൾ പിന്നെ ശരിക്കും ടൗൺ എത്തിയിട്ടോ പൊള്ളാച്ചി അവിടെ. അങ്ങനെ നമ്മളിതാ പൊള്ളാച്ചിയിലത്തെ ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. അവിടുത്തെ അമ്പലങ്ങളും സംഭവങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഇതാ കാറ്റാടി കണ്ട. അപ്പോൾ അതൊക്കെ നോക്കി നമ്മളിങ്ങനെ പോവാണ്. പിന്നെ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ വന്നപ്പോൾ ഇതാ പൊള്ളാച്ചി മാർക്കറ്റ് എത്തിയിട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കൗതുകം തോന്നി നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഓരോ ഇങ്ങനെ ഈ പാത്രത്തിൽ അതിന് ഇത്ര രൂപ അങ്ങനെയാണ് വിൽക്കണത്. അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ പോരുകയാണ്. അപ്പോഴത്തേനും എൻ്റെ ഫോണിലെ ചാർജൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇക്കാടെ ഫോണിലാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ മൂന്നാർ ഡേ 2 ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.